എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പാണ്ഡവ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളത്തിലുള്ള വൈഷ്ണവ തിരുപ്പതികളിൽ ചെങ്ങന്നൂരും പരിസരങ്ങളിലുള്ള 5 ക്ഷേത്രങ്ങൾ, അതായത് തൃച്ചിറ്റാറ്റ്, തിരുപുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം, ഈ 5 ക്ഷേത്രങ്ങളെയാണ് പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്നത്. വനവാസകാലത്ത് പാണ്ഡവൻ ചെങ്ങന്നൂരും പരിസരങ്ങളിലുമായി വസിച്ചിരുന്നു എന്നും അജ്ഞാതവാസം തുടങ്ങുന്നതിന് മുമ്പ് ഭൃഗു മഹർഷിയുടെ ഉപദേശപ്രകാരം പാണ്ഡവർ പൂജിച്ചിരുന്ന 5 വിഷ്ണു വിഗ്രഹങ്ങൾ ചെങ്ങന്നൂരും പരിസരങ്ങളിലുമായി പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. തൃച്ചിറ്റാറ്റ് യുധിഷ്ഠിരനും, തിരുപുലിയൂരിൽ ഭീമസേനനും, തിരുവാറന്മുളയിൽ അർജുനനും, തിരുവൻവണ്ടൂരിൽ നകുലനും, തൃക്കൊടിത്താനത്ത് സഹദേവനും നിത്യപൂജ ചെയ്തിരുന്ന ഭഗവാന്റെ തേവാര വിഗ്രഹങ്ങളായിട്ടുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ 5 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിക്കുന്നത് പുണ്യമായും കരുതപ്പെടുന്നു. തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി ഇമവരയപ്പനാണ്. പ്രതിഷ്ഠ നിൽക്കുന്ന രൂപത്തിൽ ആണ്. കിഴക്കോട്ടാണ് ദർശനം. ബാഹുക്കളോടുകൂടിയ മഹാവിഷ്ണുവിൻ്റെ ശിലാവിഗ്രഹമാണ് പ്രതിഷ്ഠ. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലത്ത് കൈയിൽ ചക്രത്തിനു പകരം ശംഖേന്തി നിൽക്കുന്ന വിഗ്രഹമായിരുന്നത്രേ ഇവിടുത്തെ പഴയ പ്രതിഷ്ഠ. യുദ്ധത്തിനു പകരം ശാന്തി ഇഷ്ടപ്പെട്ടിരുന്ന യുധിഷ്ഠിരൻ്റെ തേവാരമൂർത്തി ആയിരുന്നത് കൊണ്ടാകാം ഈ വ്യത്യാസം. പക്ഷേ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം ഇപ്പോഴുള്ള വിഗ്രഹത്തിൻ്റെ വലത്ത് കൈയിൽ ചക്രം തന്നെയാണുള്ളത്. ഗോശാല കൃഷ്ണനും ശാസ്താവുമാണ് ഉപദേവതകൾ. സപ്തമാതൃക്കൾ ഉൾപ്പെടെ പ്രത്യേക ബലിക്കല്ലോടു കൂടിയതാണ് ഗോശാല കൃഷ്ണ ക്ഷേത്രം. പൗരാണിക കാലത്ത് വഞ്ഞിപ്പുറ മഠത്തിൻ്റേതായിരുന്നു ക്ഷേത്രം. പക്ഷേ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ്. പാണ്ഡവ ക്ഷേത്രങ്ങളിൽ രണ്ടാമത്തേതായ പുലിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഭീമസേനൻ പൂജിച്ചിരുന്ന തേവാര ബിംബമായിരുന്നു എന്നാണ് ഐതിഹ്യം. ഇവിടുത്തെ പ്രധാന മൂർത്തി മായിപ്പിരാൻ നിൽക്കുന്ന രൂപത്തിൽ കിഴക്കോട്ടാണ് ദർശനം. ക്ഷേത്രം നിൽക്കുന്ന കരിമാണിക്കത്ത് മലയുടെ വടക്കുഭാഗം പണ്ട് പുലികൾ വിഹരിച്ചിരുന്ന ഘോരവനമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പുലികളുടെ ഊരാണ് പുലിയൂരെന്നാണ് ഐതിഹ്യം. നരസിംഹ കലയോടുകൂടിയ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. ഉപദേവതകളായി ഭിത്തിയിൽ ഗണപതി പ്രതിഷ്ഠയും നാലമ്പലത്തിന് പുറത്ത് ശാസ്താവിൻ്റെയും ശിവൻ്റെയും ഉപക്ഷേത്രങ്ങളും ബ്രഹ്മരക്ഷസിൻ്റെയും യക്ഷിയുടെയും വേലൻ്റെ അടിവിയുടെയും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രങ്ങളിൽ മൂന്നാമത്തേതായ ആറന്മുള ക്ഷേത്രത്തിൽ അർജുനൻ പൂജിച്ചിരുന്ന 6 അടി ഉയരമുള്ള ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥി വിഗ്രഹമാണ് പ്രതിഷ്ഠ. സങ്കല്പം പാർത്ഥസാരഥിയുടേതാണെങ്കിലും മൂലവിഗ്രഹം 4 തൃക്കൈകളോടുകൂടി നിൽക്കുന്ന രൂപത്തിലുള്ള വിഷ്ണു വിഗ്രഹമാണ്. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലത്തു കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖും, താഴെ വലം കൈയിൽ താമരയും ഇടം കൈയിൽ ഗദയും, കൂടെ ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും. താഴോട്ട് ദർശനമുള്ള 4ാം പാണ്ഡവ ക്ഷേത്രമായ തിരുവൻവണ്ടൂർ ക്ഷേത്രത്തിൽ നകുലൻ്റെ തേവാരമൂർത്തിയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ. ശയനനായ മഹാവിഷ്ണു എന്നർത്ഥം വരുന്ന പാമ്പണയപ്പൻ എന്ന പേരിലാണ് 4000 പ്രബന്ധത്തിൽ ഇവിടുത്തെ ഭഗവാനെ പ്രതിപാദിക്കുന്നത്. പാണ്ഡവ ക്ഷേത്രങ്ങളിൽ അവസാനത്തേതായ തൃക്കൊടിത്താനത്ത് പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ സഹദേവൻ പൂജിച്ചിരുന്ന ഭഗവാന്റെ തേവാര ബിംബ പ്രതിഷ്ഠയാണുള്ളത്. പ്രധാന മൂർത്തി അത്ഭുതനാരായണൻ നിൽക്കുന്ന രൂപത്തിൽ കിഴക്കോട്ടാണ് ദർശനം. നരസിംഹമൂർത്തിക്കും വിഷ്ണുവിനോളം തന്നെ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു. തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയെയും പടിഞ്ഞാറേ നടയിൽ നരസിംഹമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നരസിംഹമൂർത്തിക്ക് നേദിക്കുവാനുണ്ടാകുന്ന ശർക്കര ചേർത്ത പാൽപ്പായസം ഇവിടെ പ്രസിദ്ധമാണ്. ഈ അമ്പലത്തിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ആനപ്പള്ള മതിലാണ്. മായമോ സിമെൻറ്റോ ഇല്ലാതെ പൂർണ്ണമായും വെട്ടുകല്ലിൽ തീർത്തതാണ്. ക്ഷേത്രത്തിൻ്റെ അസാധാരണ തത്വത്തിലൊന്നാണ് കിഴക്കേ നടയിൽ തീർത്ഥകുളത്തിനരികിലായി കാണുന്ന കഴുവേറ്റിക്കല്ല്. കരിങ്കൽ സ്തംഭത്തിന് മുകളിൽ കിരീടവും ശംഖും പൂണൂലും ധരിച്ച മനുഷ്യൻ്റെ കിടക്കുന്ന രൂപത്തിലുള്ള പ്രതിമയാണ് കഴുവേറ്റിക്കല്ല്. ഈ അത്യപൂർവ ശില്പത്തിനെക്കുറിച്ച് ചരിത്രമുണ്ട്. ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെല്ലാത്തിനും വളരെ കൂടുതൽ ഐതിഹ്യങ്ങളും ചരിത്രമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു
വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാനത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും.